स्वागतम। ये सेवगाई में सारे सबों को आमंत्रण देता हूँ। ദൈവം അധികമായി അനുഗ്രഹിക്കട്ടെ. बिन को प्रभु अधिक आशीषों से भर दे. ശ്രേഷ്ഠ ദൈവദാസന്മാരെ ദാസിമാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. प्रभु की बहुमूल्य दासियों प्रति मैं परमेश्वर को धन्यवाद देता हूँ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ രണ്ടുപേരെയും ഓർക്കുക. हमारा प्रार्थना में आप सबों की प्रार्थना हम प्रचारक और अनुवाद करने वालों के लिए प्रत्येक तौर पर प्रार्थना में लवलिन रहे. ഈ ശുശ്രൂഷ പൂർത്തീകരിക്കുന്നതിന് ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരപ്പെടുവാൻ തക്കവണ്ണം പുതിയ അഭിഷേകത്തിൽ ഞങ്ങളെ രണ്ടുപേരെയും നിർത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ये सेवगाई की अनुग्रह के कारण के लिए प्रत्येक तौर पर अभिषेक के साथ खड़ा करने के लिए आपकी प्रार्थना अनिवार्य है. ഇന്നത്തെ ശുശ്രൂഷ നമുക്ക് ഒരു ചോദ്യത്തോടു കൂടി ആരംഭിക്കാം. आज की सेवगाई एक सवाल के साथ शुरुआत करेंगे. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ यहोवा तेरी तंबू पर कौन रहेंगे? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? तेरी पवित्र स्थान में पहाड़ पर कौन रहेंगे? സങ്കീർത്തനങ്ങൾ 15 ആദ്യത്തെ 1-2 വാക്യങ്ങളാണ് വായിച്ച് കേൾപ്പിച്ചത്. भजन संगीता 15वां भजन संगीता पहले और दूसरा पद हम यहाँ पर पढ़ा था. ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനം അത്രേ. यहाँ पर दाऊद ने एक भजन गाया है. അദ്ദേഹം തന്നെ ചോദ്യവും അതിന് ഉത്തരവും തരുന്നു. और सवाल भी है और जवाब भी वहां पर दिया देता है. ചോദ്യം എത്രേ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്ന, യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? हे परमेश्वर, तेरा तंबू में कौन रहेगा? तेरा पवित्र पर्वत पर कौन बसने पाएगा? സമാഗമന കൂടാരത്തെ കുറിച്ച് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. यहाँ पर तंबू के बारे में वहां पर दिया गया है. ഇസ്രായേൽ ജനങ്ങള് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം മോശ നിർമ്മിച്ച ഒന്നായിരുന്നു സമാഗമന കൂടാരം. इस्राएलियों ने इकट्ठे होते हैं और परमेश्वर की ओर आराधना करने के लिए योग्य स्थान मिलाप वाला तंबू और तंबू के बारे में वहां पर दिया गया है. സങ്കീർത്തനങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു, അവന്റെ കൂടാരം ശാലേമിലും അവന്റെ വാസസ്ഥലം സിയോനിലും ഇരിക്കുന്നു. वहां पर परमेश्वर निवास स्थान है, सियोन पर है. യഹോവയുടെ പെട്ടകം അത് പിന്നത്തേതില് യെരുശലേമിലേക്ക് കൊണ്ടുവന്നു. यहोवा परमेश्वर की संदूक यरूशलेम की ओर लाया है. അതിനുശേഷം സമാഗമന കൂടാരവും അത് അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു. और इससे अलावा उसको रखने के लिए, तंबू को रखने के लिए मेल मिलाप वाला तंबू भी वहां पर आया है. അവിടെ സിയോനിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാവുകയും ജനം നിരന്തരമായി ദൈവത്തെ ആരാധിക്കുകയും ചെയ്തു പോന്നു. सियोन पर यहोवा परमेश्वर वास करता है और आराधनालयों में भी है. കോരഹ് പുത്രന്മാര് പറയുന്നത്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ തിരുനിവാസം എത്ര മനോഹരം. कोरह की संतान यह कहने लगा, यहोवा तेरी निवास स्थान कितना खूबसूरत है. എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു എന്ന്. मेरा मन, मेरा हृदय परमेश्वर की भवन की डेवड़ियों को आकर खड़ा होने के लिए कितनी आग्रह रखते हैं. ഇവിടെ ദൈവത്തിന്റെ ദാസന്മാർ ആഗ്രഹിക്കുന്നത്, അവരുടെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ വാഞ്ച എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം ഉണരുവാൻ തക്കവണ്ണം സിയോനിൽ ആയിരിക്കുവാൻ അത്രയും. ये परमेश्वर की दासों पवित्रों आग्रह रखते हैं सियोन में आराधनालय में आकर प्रभु को स्तुति आराधना देने के लिए. അവർ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുമ്പോൾ മരുഭൂമിയില് ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരികയും അവരെ ഗൈഡ് ചെയ്യുകയും ചെയ്തിരുന്നു.
और एक जगह छोड़कर दूसरा जगह जाते हैं, वहां पर परमेश्वर की सानिध्य हो चुकता है। അവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ അവരനുഭവിക്കുന്നതായ സന്തോഷം അത് അവർണ്ണനീയമത്രേ. वहां पर यहोवा परमेश्वर आता है, उनकी इतनी महिमा इतनी अमूल्य है। ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലം എത്ര മനോഹരമായിരിക്കുന്നു. और यहोवा परमेश्वर आता है जो जगह कितनी मनोहर है। നമുക്കും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നതിന് വേണ്ടി നിരന്തരം പ്രാർത്ഥനയും ആരാധനയും ആവശ്യമായിരിക്കുന്നു. हमको भी यह बात है, प्रभु ने आकर वास करता है, जो जगह पर हम भी बैठते हैं, कितनी आनंद की बात है। ഇവിടെ ദാവീദ് ചോദിക്കുന്ന ചോദ്യത്തിലേക്ക് മടങ്ങി വരാം. यहाँ पर दाऊद ने एक सवाल पूछा है, वहां पर लौट आए। യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? हे परमेश्वर, तेरे तंबू में कौन रहेगा? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? तेरे पवित्र पर्वत पर कौन बसा रहेगा? തീർച്ചയായിട്ടും ഈ വചനം ധ്യാനിക്കുമ്പോൾ അത് നമുക്കും വളരെ പ്രയോജനകരമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ये वचन ध्यान करते हैं, हमको भी कितनी अनुग्रह की कारण बनेंगे। എന്നാൽ ഈ ചോദ്യത്തിന് ദാവീദ് തന്നെ മറുപടി പറയുക എത്ര ചെയ്യുന്നത്? ये सवाल को दाऊद ने जवाब ही देता है। ദൈവത്തിന്റെ നിത്യ കൂടാരത്തിൽ പാർക്കുവാൻ യോഗ്യതയുള്ളവരുടേതായ ചില സ്വഭാവ വിശേഷങ്ങൾ അദ്ദേഹം തുടർന്നുള്ള വചനങ്ങളിൽ വിവരിക്കുന്നു. और आगे पदों में परमेश्वर की निवास स्थान में रहने के लिए योग्य वाला कौन है, वहां पर पाया जाता है। അദ്ദേഹം പറയുന്നത് അവർ നിഷ്കളങ്കരായി നടന്ന് നീതി പ്രവർത്തിക്കുന്നവരായിരിക്കും എന്നത്രേ. वहां पर निष्कलंक होकर धार्मिकता में रहने वालों को वहां पर बताया गया है। അത് മാത്രമല്ല, അവര് സത്യം സംസാരിക്കുന്നവരും ആയിരിക്കും. केवल इतना ही नहीं, सच्चाई कहने वाला भी होना चाहिए। അത്തരം വ്യക്തികൾ കൂട്ടുകാരന് മറ്റുള്ളവർക്ക് ദോഷം വരുത്താത്തവരായിരിക്കും. और इतना ही नहीं, और साथियों को, प्रेमियों को कुറ്റാരോപിत करने वाला ही नहीं होना। അവർ മറ്റുള്ളവർക്ക് അപമാനം വരുത്താത്തവരത്രേ. औरों को अपमानित ना करे। അവർ യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുന്നവരത്രേ. यहोवा भक्तों को आदर देने वाले। പ്രിയരെ, ദൈവമക്കളായിരിക്കുന്ന നാം യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുന്നത് ഒരു അനുഗ്രഹമത്രേ. और मसीही के लोग भक्तों को आदर करना और बहुमूल्य बात है। സത്യം ചെയ്തിട്ട് ഖേദം വന്നാലും അവർ പിന്മാറുകയില്ല. सच्चाई कहा है, नुकसान पाएगा तो सच्चाई में से पीछे ना हटे। ലോകം മുഴുവനും തെറ്റിദ്ധരിക്കപ്പെടുന്നതായ അല്ലെങ്കിൽ വ്യാജമായ കാര്യങ്ങൾ വളരെയധികം പ്രചരിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടം അത്രേ. आजकल दिनों में और दोष अपराध ऐसा इतनी फैल गई है। സത്യത്തിന് സാക്ഷികളായി നിൽക്കുന്നവരത്രേ ദൈവമക്കൾ. सच्चाई के लिए गवाह होकर खड़ा है वो लोग परमेश्वर की लोग है। ക്രിസ്തുവിനെ സാക്ഷിക്കുന്നതിന് ജീവൻ പോലും നഷ്ടമാകുന്നതിന് അവർക്ക് വിരോധമില്ല. ये मसीह की गवाह बताने वालों मृत्यु पाएगा तो भी कुछ आनंद से रहते हैं। അവരെ ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുന്നവരത്രേ. हृदय से सच्चाई कहने वाले हैं। നമ്മുടെ ഹൃദയങ്ങളെ ദൈവം ദൂരവേ നിന്ന് നോക്കുന്നു. वो ऐसे वालों का हृदय को दूर से झांझ लेते हैं। രഹസ്യത്തിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് അറിവുള്ളതത്രേ. तीसरा पद में लिखा है, जो अपनी जीभ से निंदा नहीं करने वाले हैं। അതിലുപരിയായിട്ട് ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാത്തവനത്രേ. और उनका द्रव्य, उनका धन ब्याज पर ना देने वाले हैं। ഇവിടെ പണം വായ്പ കൊടുത്തിട്ട് അതിന് പലിശ വാങ്ങുന്നത് തെറ്റെന്നുള്ളതായ സന്ദേശമത്രേ നൽകുന്നത്. और धन अपना रुपया ब्याज पर नहीं देता और निर्दोष की हानि करने के लिए घूस नहीं लेता है।
വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായ ഒരു പാവപ്പെട്ട വ്യക്തിയും മറ്റുള്ളവരോട് വായ്പ ചോദിക്കും. ये धन दौलत की इतनी कमी है, इसकी अर्थ गरीब व्यक्ति धनवान के साथ जाकर थोड़ा सा पैसा मांगते हैं. എന്നാൽ ഒരു ദാക്ഷിണ്യവുമില്ലാതെ അത്തരം വ്യക്തിയിൽ നിന്നും പലിശയും കൂടി ഈടാക്കുന്നുണ്ട്. जो रुपया मांग लेते हैं उनका ब्याज भी इसका साथ भी साथ लेता है. ഇവിടെ സാധാരണക്കാരായ ദരിദ്രരായ ആളുകളുടെ ആ പ്രത്യേക സാഹചര്യത്തെ മുതലെടുക്കുന്നതായ, പാവപ്പെട്ടവരെ മുതലെടുക്കുന്നതായ ഒരു ദുഷ്പ്രവൃത്തി അത്രേ ഈ പലിശ കൊടുക്കുക എന്ന് പറയുന്നത്. यहाँ 5वां पद में यूं लिखा है, जो अपना रुपया ब्याज पर नहीं देता और निर्दोष की हानि करने के लिए घूस नहीं लेता है. നമുക്ക് പണമുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ കരുതുവാനും അത്രേ ദൈവമക്കൾ ഉപയോഗിക്കേണ്ടത്. मोर हमारे में पैसा होवे तो और वेदना सहजने वालों को उपयोग भी देना हमारा कर्तव्य है. അപ്പോ ഈ രീതിയിൽ ദൈവത്തിന് ഹിതകരമായ നീതിയായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് അത്രയും ദൈവത്തിന്റെ കൂടാരത്തിൽ പാർക്കുവാൻ യോഗ്യതയുള്ളവൻ. इसी रीति पर इसके अर्थ गरीबों को, दुर्बलता वालों को भी थोड़ा मदद करते, उनको ब्याज नहीं लेते इत्यादि, प्रभु की आनंद में रहने वालों को स्वर्ग राज्य की वारिस होता है. യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നവർ ആരാണ്? यहोवा की डेवड़ी को और आग्रह के साथ रहने वाले कौन है? ഹൃദയത്തിന് പരിവർത്തനം വന്നതായ, മാനസാന്തരം വന്നതായ വ്യക്തികൾക്ക് മാത്രമേ ദൈവത്തിന്റെ യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുവാൻ കഴിയുള്ളൂ. और प्रभु की वचन के आधार पर जीने वाले, महिमा पाए हुए लोगों को परमेश्वर की आराधना की महिमा प्राप्त कर सकते हैं. ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ല എങ്കിൽ അവർക്ക് ഒരു നിമിഷം പോലും ജീവിക്കുവാൻ കഴിയുന്നില്ല എന്നത്രേ അവർ പറയുന്നത്. वो बाइबल भजन संगीता वाला कहता है, ये होवा की और हमारा साथ मेल मिलाप नहीं है तो जिंदगी बर्बाद होता है. പഴയ നിയമ പശ്ചാത്തലത്തില് ദാവീദ് ഇവിടെ അക്കമിട്ട് പറഞ്ഞിരിക്കുന്നതായ സ്വഭാവം എന്ന് പറയുന്നത് അതൊക്കെ അത് മാനുഷികമായിട്ട് നമുക്ക് അത് ചെയ്തു തീർക്കുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. और भजन संगीता वाला दावीद ने कहा, गिन गिन कर कहा हुआ कोई बात हम संपूर्ण रीति पर उपयोग में लाने के लिए मुश्किल पड़ते हैं. പഴയ നിയമ വിശ്വാസികളെ ദൈവം കൊടുത്ത കൽപ്പനകൾ ആചരിക്കുന്നതിന് സമ്പൂർണമായ പരാജയമായിരുന്നു. पुराना नियम में दिया हुआ नियम संपूर्ण रीति पर पालन करने के लिए इतने कठिन थे. പഴയ നിയമ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ അത്രേ. और पुराना नियम में जो कानून दिया है हम किया करते हैं, हमारा कामों के द्वारा प्रकट होता है. ദൈവത്തിന്റെ വചനവും അതുപോലെ പ്രമാണങ്ങളും നാം അനുസരിക്കുന്നു എങ്കിൽ നമുക്ക് ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുമെന്നത്രേ പഴയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത്. और पुराना नियम में सिखाते हैं, जो नियम दिया है वो नियम पालन करने वाले परमेश्वर की संतान बन जाता है. എന്നാൽ പുതിയ നിയമത്തില് നമ്മുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. पूरा नया नियम में काम कार्यों के बारे में नहीं और प्रभु की ओर लगते हैं. വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യന്റെ സൽപ്രവൃത്തികളെല്ലാം തന്നെ, നീതി പ്രവൃത്തികളെല്ലാം തന്നെ കറപുരണ്ട തുണി പോലെ ഇരിക്കുന്നു എന്നത്രേ. जो पुराना नियम में ये बात दिया था, और सब काम अच्छे भले भले काम जो बुरी काट पड़ा हुआ वस्त्र की नाई होता है. പ്രിയരെ, നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കാൽവരിയിൽ യേശു പൂർത്തീകരിച്ചതായ ആ ദൈവ പ്രവൃത്തി അത്രേ. आजकल दिनों में हमारे प्यारो, प्रभु ने कालवरी सलीब पर और जीवन दिया
हमारे लिए रिक्त बहाया, इसी कारण में हमारा उद्धार होता है। നമുക്ക് ചെയ്യുവാൻ കഴിയാതിരുന്നതായ നീതിപ്രവർത്തികൾ യേശു പൂർണ്ണമായിട്ടും ദൈവ നാമമഹത്വത്തിന് വേണ്ടി ചെയ്തു തീർക്കുകയുണ്ടായി. इतना काम कार्य धार्मिकता के लिए पूरा कर नहीं सकता है जो काम प्रभु ने काल्वरी क्रूस पर और जीवन दिया है। പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്താൽ അത്രേ നാം നീതീകരിക്കപ്പെടുന്നത്. धर्मी वालों के बारे में हम देखते हैं विश्वास के साथ हम जी जाता है। നമ്മുടെ നീതി പ്രവർത്തികളെല്ലാം തന്നെ ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയുടേതായ അനന്തരഫലം അത്രേ. धार्मियों का धार्मिकता मसीह का साथ मेल मिलाप प्रेम के बारे में, അപ്പോ സ്വന്തം കഴിവ് കൊണ്ട് അല്ല, മറിച്ച് പരിശുദ്ധാത്മ ശക്തിയാൽ അത്രേ നാം ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിക്കുവാൻ നമുക്ക് കഴിയുന്നത്. अपने आप की सामर्थ्य काम के बारे में नहीं, प्रभु ने हमारे ऊपर तरस खाया, दया दिया, इसी कारण में होता है। ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതി പരിശുദ്ധാത്മാവിനാൽ അത് അനുസരിക്കുവാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തരാക്കുന്നത് അത്രേ പുതിയ നിയമം. नया नियम यही है, परमेश्वर की वचन हमारा हृदय की मांस पाटियाओं में लिखते हुए और जीते हैं और उपयोग करते हैं, यही है नया नियम। ക്രിസ്തു നമ്മിൽ വസിച്ചുകൊണ്ട് അഥവാ പരിശുദ്ധാത്മ ശക്തിയാൽ നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന്റെ സാദൃശ്യം വഹിക്കുന്നവരാക്കി തീർക്കുകയത്രേ ചെയ്യുന്നത്. मसीह हमारा जिंदगी में वास करते हुए रहते हुए मसीह का काम हमारा हृदय में उपयोग करते हैं, इसके बारे में। ദൈവത്തിന്റെ സാദൃശ്യം വഹിക്കുന്നതായ വ്യക്തികളെ ദൈവം നോക്കിക്കൊണ്ടേയിരിക്കുന്നു. और मसीह की और नमूना होकर हम संसार में जीते हुए औरों को और दया के साथ जीना। പാപനിമിത്തം വീണുപോയ മനുഷ്യനെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. पाप की गिरावट में है, उन लोगों को परमेश्वर को प्रसन्न नहीं कर सकते हैं। അകമേ മാറ്റം വന്നത്രേ യഥാർത്ഥത്തിലുള്ളതായ യഹൂദൻ എന്ന് പറയുന്നത്. सच्चे हृदय पर परमेश्वर की आज्ञा मानने वालों को सच्चे यहूदी बन जाता है। ബാഹ്യമായ പ്രകടനങ്ങളല്ല, बाहरिक तौर पर जो काम कार्य है नहीं, നമ്മളെ പാപത്തെ കുറിച്ച് ഉണർന്ന് ബോധ്യപ്പെട്ട് എല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. और प्रभु यही बात चाहते हैं, हमारा जिंदगी इतना सुरक्षित सरल होकर प्रभु के लिए जीना। അതുകൊണ്ട് യഹോവയുടെ പ്രാകാരങ്ങളില് പാർക്കുവാനും അവന്റെ വിശുദ്ധ പദത്തിൽ വസിക്കുവാനും കഴിയുന്നത് ആർക്കാണ് എന്ന് ചോദിക്കുമ്പോൾ യേശു ക്രിസ്തുവിലൂടെ രൂപാന്തരം പ്രാപിച്ചതായ വ്യക്തികൾക്ക് അത്രേ. ये यहोवा परमेश्वर के तंबुओं में रहकर, उनका पवित्र पर्वतों पर रहकर परमेश्वर की महिमा प्राप्त करने वालों को उनका आंगन में रह सकते हैं। യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം. यूहन्ना की सुसमाचार पहले अध्याय की 14 पद में, വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. और वचन देहधारी हुई हमारा बीच में डेरा रखा है। അതെ, യേശു ക്രിസ്തു അത്രേ നമ്മുടെ നിത്യ കൂടാരം എന്ന് പറയുന്നത്. और मसीह ही है हमारा डेरा। ദൈവത്തിന്റെ അത് സമ്പൂർണമായിട്ടുള്ളതായ സാന്നിധ്യം ജനത്തിന്റെ മധ്യേ അനുഭവിക്കുവാൻ ക്രിസ്തുവിലൂടെ നമുക്ക് കഴിയും. और परमेश्वर मसीह की और शक्ति सामर्थ्य हमारा बीच में हो सकता है। ഇവിടെ ദാവീദ് പറയുകയുണ്ടായല്ലോ 2-ാമത്തെ വാക്യത്തിൽ, നിഷ്കളങ്കരായി നടന്ന് നീതി പ്രവർത്തിക്കുന്നവനത്രേ ദൈവത്തിന്റെ കൂടാരത്തിൽ വസിക്കുന്നത് എന്ന്. और हम यहाँ पर 15वां भजन संहिता में हम देखा था, और यहोवा का और पर्वत पर कौन बसेगा, और वह जो खराई चलता और धर्मी के काम करता है। നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിച്ചവനത്രേ നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു. हृदय से सच्चाई बोलता है और हमारा चाल चलन धार्मिकता के काम के लिए होना जरूरत है.
ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരത്രേ അവന്റെ കാൽവരി ക്രൂശിലെ പൂർത്തീകരിക്കപ്പെട്ടതായ ആ സാക്രിഫൈസ് അത് അംഗീകരിക്കുന്നതായ വ്യക്തികളത്രേ ദൈവമുമ്പാകെ പ്രാഗൽഭ്യത്തോട് നിൽക്കുവാൻ യോഗ്യതയുള്ളവരായി തീരുന്നത്. मसीह की क्रूस आरोहण अपना हृदय में झांझ लेते हैं और देखते हैं, उसकी आधार पर जाने वाले हैं परमेश्वर की संतान। അങ്ങനെയുള്ളവർക്ക് അത്ര ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ കഴിയുന്നത്. ऐसा ही लोग है मसीह की साथ भी साथ रह सकते हैं। അത്തരം വ്യക്തികൾക്ക് അത്രേ സത്യം സംസാരിക്കുവാൻ കഴിയുന്നത്. ऐसे वालों को सच्चाई कह सकते हैं। അവരത്രേ യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുന്നത്. वो ही है यहोवा भक्तों को आदर देने वाले। അവരത്രേ കുറ്റമില്ലാത്തവന് വിരോധമായി സംസാരിക്കാത്തത്. वो ही है जो कुറ്റാരോപിत करते हैं, जो उनकी बदले नहीं करते हैं। വചനത്തിൽ നാം വായിക്കുന്നത് നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മിലും വസിക്കുന്നതായ ആ ഒരു ശ്രേഷ്ഠമായിട്ടുള്ളതായ ഒരു ഫെലോഷിപ്പിന്റേതായ കൂട്ടായ്മയുടേതായ അനുഭവം. और मसीह की वचन प्रेरित पौलुस ने एक बात दी है, हम मसीह में है, मसीह हमारे में है, ये वास होते हैं, ये ही धन्य है। വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1-2 വാക്യങ്ങൾ. प्रकाशित वाक्य 21वां अध्याय पहले और दूसरा पद. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. യെസ്, प्रकाशित वाक्य 21वां अध्याय पहले और दूसरा पद में ये वचन दिया है, फिर मैंने नए आकाश और नई पृथ्वी को देखा, क्योंकि पहले आकाश और पहली पृथ्वी जाती रही थी और समुद्र भी ना रहा। 3-ാം വാക്യം. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. तीसरा पद में ये वचन दिया है, फिर मैंने सिंहासन में से किसी को ऊंचे शब्द से यह कहते हुए सुना, देख परमेश्वर का डेरा मनुष्यों के बीच में है, वह उनके साथ डेरा करेगा और वे उसके लोग होगा और परमेश्वर आप उसके साथ रहेगा और उनका परमेश्वर होगा। ഇസ്രായേൽ ജനങ്ങൾ ഈ ഭൂമിയിലുള്ളതായ യെരൂശലേമിന് വേണ്ടി ആഗ്രഹിക്കുകയും അതിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടി എന്ത് വിലയും കൊടുക്കുന്നതിന് തയ്യാറത്രയും. इस्राएलियों ने अपने भूमि के लिए जितना मोल दे सकता है, जितना प्रयत्न किया है, और नया भूमि के लिए आग्रह किए वाले हैं। വിശ്വാസികളായിരിക്കും നാം പുതിയ യെരൂശലേമിന് വേണ്ടി, ആ വിശുദ്ധ നഗരത്തിന് വേണ്ടി അത്രേ പ്രാർത്ഥനയോടുകൂടി വാഞ്ചയോടുകൂടി പ്രത്യാശയോടുകൂടി ആയിരിക്കുന്നത്. नया नियम के विश्वासियों ये नया भूमि के लिए, यरूशलेम के लिए जागते हैं, प्रार्थना करते हैं, जीवन अधिपौत्रदायी में विधाते हैं. യേശു രാജാതിരാജാവായി കർത്താവായി യെരൂശലേം ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കിക്കൊണ്ട് ലോകത്തെ ഭരിക്കുന്നതായ ആ സുദിനങ്ങളെ അത്രേ നാം വാഞ്ചയോടുകൂടി കാത്തിരിക്കുന്നത്. और नया यरूशलेम मसीह प्रभुता करता है, राजा होकर वास करते हैं और अपने लोगों के लिए, अपने शब्द के लिए बाट जोते रहने वालों को वहां पर निवास स्थान वो ही हमें देते हैं, उसी के लिए जागते हैं. പത്മോസ് ദ്വീപിലായിരുന്നതായ യോഹന്നാൻ താൻ ദർശനത്തിൽ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു, ഒരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. और यूहन्ना ने पत्मोस में बंदी होकर रहे थे, तब एक दर्शन पाया और स्वर्गीय वाणी, आकाशवाणी आई, यही है मनुष्यों का बीच में परमेश्वर की डेरा है. യേശു നമ്മുടെ ദൈവവും നാം അവന്റെ ജനവുമായിരിക്കുന്നതായ ആ ശ്രേഷ്ഠമായിട്ടുള്ളതായ അനുഭവം അത്രേ നമ്മുടെ പ്രത്യാശ. यीशु हमारा महाराजा है, उनका प्रजा होकर रहने के लिए अवसर है, यही है हमारा आशा है.
അന്നാളിൽ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. और इसका भजन और प्रकाशित वाक्य की समाधि आए 4 पद में लिखा है, वह उसकी आंखों से सब आंसू पोंछ डालेगा और उसके बाद मृत्यु न रहेगी और न शोक विलाप न पीड़ा रहेगी, पहली बात जाती रही। സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. सिंहासन पर बैठा था, उसने कहा, देख मैं सब कुछ नया कर देता हूं। പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ യെരൂശലേമിന് വേണ്ടിയും കർത്താവ് തന്നെ രാജാവ് വാഴുന്നതായ ആ ഭാഗ്യകരമായ അവസ്ഥയിൽ പങ്കാളികളായി തീരുവാൻ തക്കവണ്ണം നാം തീവ്രമായ ആഗ്രഹത്തോടു കൂടി ആയിരിക്കണം. नया नियम के विश्वासियों के कर्तव्य वही है, आग्रह है नया यरूशलेम में और मसीह अपने लोगों का साथ वास करने का समय हम भी एक सदस्य बनने के लिए जिंदगी आगे रखते हैं. ഇന്ന് ഈ കാലഘട്ടത്തില് നമ്മുടെ കൂടാരമായിരിക്കുന്നത് നമ്മുടെ ഇടയിൽ കൃപയും സത്യവും നിറഞ്ഞവനായി വന്ന് പാർത്തതായ യേശു അത്രേ. हमारा डेरा यही है, सच्चाई और आशीष के कारण बना हुआ मसीह, उन्हीं का साथ हमको रहने के लिए निवास स्थान बनाया दिया और वहां पर रहने अनुमति भी दी है. യഹോവയുടെ വിശുദ്ധ പർവ്വതത്തിൽ വസിക്കുന്നത് ഈ ക്രിസ്തു വസിക്കുന്നതായ ജീവിതങ്ങൾ അത്രേ. और यहोवा परमेश्वर के तंबुओं में रहने वाले, पवित्रताई में जीवन बिताने वाले और विश्वास करने वाले के बारे में है. ഈ കൂടാരത്തില് നിൽക്കുവാൻ തക്കവണ്ണം എന്തൊക്കെ യോഗ്യതകൾ ഉണ്ടായിരിക്കണം എന്ന് ദാവീദ് ഇവിടെ വർണ്ണിച്ചു. और दावीद ने ऐसा वर्णन की है, यहोवा के तंबू पर रहने वाले की योग्यता क्या है इसके बारे में. ദൈവത്തിന്റെ ആത്മാവിനാൽ ശക്തി പ്രാപിച്ചതായ വ്യക്തികൾക്കത്രേ താൻ പറഞ്ഞതായ ആ യോഗ്യതകൾ നേടുവാൻ കഴിയുന്നത്. यहोवा की आत्मा से भरपूरता में है और योग्यता में आया है और मसीह की शब्द अंगीकार किए हैं जो लोगों को वो तंबू में रख सकते हैं. അത് നീതി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തരാക്കുന്നത് നമ്മിൽ വസിക്കുന്നതായ ദൈവത്തിന്റെ ആത്മാവത്രേ. धार्मिकता के लिए जीवन दिया है, वो ये पर हमारा कर्तव्य है. യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കാൻ കഴിയുന്നത് അത് ദൈവത്തിന്റെ ആത്മാവുള്ളതായ വ്യക്തികൾക്കത്രേ. यहोवा भक्तों को आदर देते हैं, जो मसीह की आत्मा हृदय में है वही लोगों को. ഛേദം വന്നാലും ജീവൻ തന്നെ അപകടത്തിലായാലും സത്യത്തിന് സാക്ഷികളായി നിൽക്കുവാൻ കഴിയുന്നത് അത്തരം വ്യക്തികൾക്കത്രേ. नष्ट होएगा तो जिंदगी मृत्यु तक होएगा तो भी सच्चाई कहाँ है, वैसा लोग मसीह में अटल रहेंगे. ദാവീദ് ഈ 15-ാമത്തെ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയത്രേ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. और 15वां भजन संहिता की अंतिम उसको बात दी है, जो अपना रुपया के बारे में बताकर और निर्दोष की जानी हानि करके लिए घूस नहीं लेता, जो कोई ऐसा चाल चलता है वही कभी ना डगमगाएगा. ക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്നതായ വ്യക്തികൾ അവരത്രേ ദൈവത്തിന്റെ നിത്യ കൂടാരത്തിൽ പാർക്കുവാൻ യോഗ്യതയുള്ളത്. मसीह की आत्मा में अगुवाई मिलता है, वही लोग परमेश्वर की महिमा प्राप्त कर महिमा में रहेंगे. ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. ऐसा करने वाले कभी भी डगमग आएगा. ഈ ലോകത്തിൽ നിരവധി പ്രതികൂലങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം കുലുങ്ങിപ്പോകുവാൻ ഇടവരാത്തത് യേശു ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നത് കൊണ്ടത്രേ. ऐसे प्रकार के प्रतिकूल रास्ता जाने वाले क्यों नहीं हिलता है, हटता नहीं, कारण मसीह की वचन के आधार पर जीवन बिताने वाले. പ്രിയരെ, ഈ ലോകത്തിൽ നാം ദൈവത്തിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നവരത്രേ. ये परमेश्वर के लोग
परम प्रधान पवित्र शब्द सुना माना, उसी आधार पर जाने वालों डगमगेगा नहीं। നിത്യജീവൻ പ്രാപിച്ച് ആ ദൈവരാജ്യത്തിൽ പ്രാപിക്കുന്നതിന് വേണ്ടി ആഗ്രഹത്തോടു കൂടി അത്രേ നമ്മുടെ ജീവിതം നാം ക്രമീകരിക്കുന്നത്. अनंत काल की जीवन के बारे में जानकारी जितनों के है, वो लोग कष्ट नष्ट शोक भोग में आगे बढ़ते हैं। ദൈവത്തിന്റെ കൂടാരത്തില് അവനോടൊപ്പം വിശുദ്ധന്മാരോടൊപ്പം ജീവിക്കുന്നത് എത്ര ശ്രേഷ്ഠമായിട്ടുള്ളതായ അനുഭവം അത്രേ. परमेश्वर के डेराओं में रहने के लिए कितनी आनंद भरी बात है। പുത്രന്മാരെ പോലെ നമുക്കും പറയാമോ, യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകട്ടെ. की पुत्रों के द्वारा और की पुत्रों की न्याय यहोवा तेरी तंबुओं में रहने के लिए आग्रह के साथ आगे है। എത്ര പർവ്വത സമാനമായ പ്രശ്നങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നാലും, എത്ര വലിയ വെല്ലുവിളികളെയും പ്രതികൂലങ്ങളെയും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നാലും, ക്രിസ്തു നമ്മിൽ ഉണ്ടായെങ്കിൽ നാം അത് പതറിപ്പോകയില്ല, നാം കുലുങ്ങിപ്പോകയില്ല. कितना भी घोर अंधकार की विनाश की कामकारी हमारे बदले आएगा तो भी हमारा मसीह के कारण हम जीते हैं, जीवित रहेंगे। വീണ്ടും ഒരു ചോദ്യം ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയരെ, നാം ദൈവത്തിന്റെ പരമവിളിയുടെ ലാക്കിലേക്കാണോ ഓടിക്കൊണ്ടിരിക്കുന്നത്? एक सवाल ये भोर के समय आपको पूछताछ करते हैं, परम पिता की बुलाहट में हम जाते हैं है नहीं है? അതെ, ആ ശരിയായിട്ടുള്ളതായ പാതയിലൂടെയാണോ നാം നടന്നുകൊണ്ടിരിക്കുന്നത്? सीधा सादा रास्ता पर हम चलता है नहीं? ഒരേ ലക്ഷ്യം, അത് നിത്യയുടെ തുറമുഖത്ത് എത്തിച്ചേരണം. हमारा उद्देश्य, हमारा लक्ष्य अनंत काल की वो ही जगह पर हम पहुंचना। പ്രിയനോട് കൂടെയുള്ള വാസം എത്ര അനുഗ്രഹകരം അത്രേ. प्रियों की प्रिय मसीह के साथ रहना कितनी आनंद भरी बात है। നാം നിത്യതയുടെ ആ തുറമുഖത്ത് എത്തിച്ചേരുവാൻ തക്കവണ്ണം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാം ഒന്ന് ആത്മപരിശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ ശരിയായ പാതയിലൂടെയാണോ വിശ്വാസ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് എന്ന്. अनंतकाल की जीवन के लिए बाट जोते रहने वाले हम जागे कैसा कहा हमारा जीवन आगे गुजर रहा है। അതെ, അത് അറിയുന്നതിനുള്ളതായ ചില സൂചനകൾ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. उसके बारे में बाइबल में कुछ सूचना दिया है। ലോകം നിങ്ങളെ ഭയക്കുന്നു എങ്കിൽ നാം ശരിയായ ദിശയിലൂടെ അത്രേ, ആ പരമവിളിയുടെ ലാക്കിലേക്ക് തന്നെ അത്രേ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. और संसार की बात जो छोड़कर परमपिता की बुलाहट सुनकर हम सीधा साधा जाएगा तो जरूर मसीह में है। യേശു പറഞ്ഞു, ഈ ലോകം എന്നെ വെറുത്തു എങ്കിൽ നിങ്ങളെയും വെറുക്കും എന്ന്. संसारिक लोग हमें इनकार किया, त्याग किया तो अभी हम वो त्याग करेंगे। ക്രിസ്തുവിന്റെ ഒരു ശിഷ്യനായതുകൊണ്ട് ഈ ലോകം നമ്മെ പലപ്പോഴും വെറുക്കാറുണ്ട്. मसीह के शिष्य होता है, इसी कारण में संसारिक बात हमको निंदा करते हैं, इनकार करते हैं। അതുകൊണ്ട് ഒരു വിശുദ്ധമായ ജീവിതം നയിക്കുമ്പോൾ പലവിധത്തിലുള്ളതായ ഹേറ്റഡ്സ്, ജനത്തിന്റെ ഇടയിൽ നിന്നുള്ളതായ വെറുപ്പ്, പകയും അതുപോലെ തന്നെ പല വിധത്തിലുള്ളതായ പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ശരിയായ ദിശയിൽ എത്രേ നീങ്ങുന്നത് എന്ന്. हम परीक्षा में है, विविध प्रकार नाना प्रकार की कष्ट शोक, लोग हमको त्याग किया, इनकार किया, ऐसी हाल होवे तो जांच ले हम मसीह की संतान है। നാം വളരെ ഇടുക്കവും ഞെരുക്കവുമുള്ള പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്, എന്നാൽ നാം ശരിയായ ദിശയിലൂടെ അത്രേ സഞ്ചരിക്കുന്നത്. हम सकड़े रास्ता पर जाते हैं, सही वचन सीखते हैं, उसी आधार पर जाते हैं। ദൈവമക്കൾ ഇടുക്കുവാതിലൂടെ, നേരോഗേറ്റിലൂടെ അത്രേ യാത്ര ചെയ്യുന്നത്. परमेश्वर की संतान सगड़े रास्ताओं में से मुसाफिरी करते हैं।
ദൈവവിചാരമില്ലാത്തതായ പാപികളായ വ്യക്തികൾ നാശത്തിലേക്കുള്ളതായ വിശാലമായ വഴിയിലൂടെ അത്ര സഞ്ചരിക്കുന്നത്. वो और विनाश के गड्ढे जाते हैं, संसारिक रोग, उनका रास्ता सही नहीं है, मसीह की ओर उन्होंने जाएगा भी नहीं. നാം വളരെ ഞെരുക്കത്തിന്റെയും കഷ്ടതയുടെയും അനുഭവങ്ങളിലൂടെ ജീവിതം വിശ്വാസത്യാഗം ചെയ്യാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരടയാളമത്രേ നാം നിത്യതയുടേതായ ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കുന്നവർ എന്ന്. हम ऐसे विश्वास करें, मसीह की दिए हुए वचन के आधार पर आगे जाएगा तो भी हमारा मसीह की सामर्थ्य पाकर जाए, हमारा रास्ता सफलता में है. വിശ്വാസികൾ പലപ്പോഴും തീയിലൂടെയും വെള്ളത്തിലൂടെയും ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ നിർബന്ധിതരായിട്ട് തീരാറുണ്ട്. हमारा जिंदगी कई समय कई प्रकार की कष्ट शोक भोगना पड़ता है. കഠിനമായ ശോധനകളിലൂടെ കടന്നു പോകുന്നതായ ഒരു അനുഭവം. ये कठिन शोधना में वेदना में गुजरना पड़ता है. വിശ്വാസിയായതിന്റെ പേരിൽ അങ്ങനെയുള്ളതായ വെല്ലുവിളികളെയും പരീക്ഷകളെയും നേരിടേണ്ടി വരുന്നു എങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ശരിയായിട്ടുള്ളതായ വിശ്വാസത്തിന്റെ മാർഗത്തിൽ തന്നെ കടന്നു പോകുന്നു എന്നത്രേ. हमारा विश्वास जीवन में जिंदगी में कई प्रकार की वेदना सहजना पड़ता है तो हम समझे मसीह की संतान है. വചനത്തിൽ നാം വായിക്കുന്നത് ഒരു ദൈവവിശ്വാസി തീയിൽ കൂടി കടന്നു പോകുമ്പോൾ വെന്തു പോകുകയില്ല, വെള്ളത്തിൽ കൂടി കടന്നു പോകുമ്പോൾ മുങ്ങിപ്പോകുവാനും ദൈവം അനുവദിക്കില്ല എന്നത്ര. मसीह के विश्वासियों के बारे में यह बात दी है, और आग से जाना समय है, आग हमको जलाता नहीं, पानी से जाना जाता अवसर होता है, पानी हमें डूबने नहीं देता है. വിശ്വാസത്തിന്റെ പേരിൽ തീ കുണ്ടത്തിലേക്ക് വലിച്ചെറിയുകയാണെങ്കിൽ നാലാമതൊരുവനായിട്ട് യേശു അവിടെ വരും. और आग के कुंड में डाले जाएगा तो भी चौथा एक व्यक्ति हमारा मसीह सहाय के लिए आग के अंदर उतर जाता है. വെള്ളത്തിൽ മുക്കിക്കളയുവാൻ ശ്രമിച്ചാൽ അവിടെ മോശയെ പോലെ വെള്ളത്തിന് മീതെ നാം ഉയർന്നു നിൽക്കും. और पानी में डुबाकर नाश करने के लिए शैतान काम करेगा तो मूसा की नाई पानी में धरने देता है. നാം തീയിലും വെള്ളത്തിലും കൂടി നാനാവിധ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. और आग में पानी में आगे जाते हैं, उसी घड़ी हमारा मसीह के हाथ हमें मिलाता है. ഒരു നാൾ യേശുക്രിസ്തുവും ശിഷ്യന്മാരുമായിട്ട് ബോട്ടിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. एक दिन में मसीह अपना शिष्यों का साथ नाव में चल रहा था. കൊടുങ്കാറ്റടിച്ച് ആ വഞ്ചി മറിയുന്ന സാഹചര്യമുണ്ടായി. आधी तूफान उसमें लहर उठाकर उसको उल्टा डालने के लिए एक अवसर हुई. എന്നാൽ അവരോടൊപ്പം യേശുവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് അവർ മുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിച്ചില്ല. वो नाव पर हमारा मसीह था, इसी कारण में नाव डूब गया नहीं. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നതായ പ്രതികൂലങ്ങൾ എത്ര കഠിനമായിരുന്നാലും കർത്താവ് നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് അതിൽ നിന്നും പുറത്തു വരുവാൻ കഴിയും. आज के दिनों में मसीह हमारा साथ है, इसी कारण में कितनी वेदना दुख और कष्ट सहेजेगा तो भी मसीह हमारा साथ भी साथ है. ക്രിസ്തു നിമിത്തം നാം കഷ്ടതയെ അനുഭവിക്കുന്നു എങ്കിൽ, ഞെരുക്കങ്ങളിലൂടെ നിന്ദകളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നാം നിത്യതയുടെ തുറമുഖത്തിലേക്കുള്ളതായ ശരിയായ ദിശയിൽ എത്ര യാത്ര ചെയ്യുന്നത് എന്ന്. हम कष्ट शोक के साथ जाएगा तो जांचले हमारा मसीह हमारा साथ भी साथ है, स्वर्ग राज्य हमारे लिए तैयारी है. നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ അത്രേ. मसीह हमारे में से चाहता है पवित्रताई में जीवन बिताए. വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന വിശുദ്ധീകരണം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല എന്ന്. बाइबल में यही बात सिखाता है,
पवित्रता ही हमारा जीवन में है, नहीं है तो स्वर्ग राज्य में ना पहुंच सकते। ഞാൻ വിശുദ്ധരായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്നത്രേ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. मसीह हमें सिखाया मैं पवित्र हूं, इसी कारण में आप भी पवित्र होना। ക്രിസ്തുവിന്റെ നാം കഷ്ടത സഹിക്കുമ്പോൾ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളികളായി തീരുക എത്ര ചെയ്യുന്നത്. मसीह हमें यही बात दिया, मसीह कष्ट उठाया, वो कष्ट उठाने के लिए हम भी तैयारी हो, ये बात दी गई है। അതെ, വിശ്വാസി ആയിരിക്കുന്നത് കൊണ്ട് നിരവധി പ്രതികൂലങ്ങളെ നമുക്ക് അഭിമുഖീകരിക്ക് വരുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം നാം നിത്യ രാജ്യത്തിന് അത് ആ യാത്രയിൽ തന്നെയായിരിക്കുന്നു. मसीह में आने के कारण कष्ट दुख ज्यादा आएगा तो समझ ले मसीह हमारा साथ भी साथ है। നാം ദൈവവേദൽ ആകുന്നു എങ്കിൽ അത് പരമവിളിയുടെ ലാക്കിലേക്കാണ് ഓടുന്നത് എങ്കിൽ ദൈവികമായ സമാധാനം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. हम मसीह में होवे तो परमपिता परमेश्वर ने एक अच्छे बुलाहट हमें दी, ऐसा होवे तो हम परमेश्वर की संतान है। ലക്ഷക്കണക്കിന് ആളുകളെ മരുഭൂമിയിലൂടെ മോശയ്ക്ക് നയിക്കേണ്ടി വന്നു. लाखों लाख लोगों को मरुस्थल से पार करने के लिए मूसा को इस्तेमाल किया है। എന്നാൽ ആ സ്ഥലത്ത് മോശയ്ക്ക് ദൈവത്തിൻ്റെതായ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിഞ്ഞു. वो ही स्थान में मूसा को परमेश्वर की महिमा प्राप्त करने दिया है। ദൈവത്തിന്റെ സാന്നിധ്യം തന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളെ വിജയകരമായി മരുഭൂമിയിലൂടെ നയിക്കുവാൻ ദൈവത്തിന്റെ ദാസന് കഴിഞ്ഞു. यहोवा परमेश्वर मूसा के साथ भी साथ था, इसी कारण में लाखों लाख लोगों को पार करने के लिए प्रभु की सामर्थ्य मूसा के साथ भी दे। പൈശാചിക ശക്തികളും ലോകശക്തികളും നമ്മെ തകർക്കുവാൻ തക്കവണ്ണം വിഴുങ്ങുവാൻ ഭാവിക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം സമാധാനം നമുക്കുണ്ട്. शैतान की सामर्थ्य शक्ति अपने मसीह की प्रजाओं को कुचल डालने का, नाश करने का, हटाने के लिए प्रयत्न करे, मसीह के हाथ में ले, मसीह हमें सहाय करेंगे। അതാ വചനത്തിൽ നാം വായിച്ചത്, ഒരു നാളും കുലുങ്ങിപ്പോകുവാൻ അവൻ സമ്മതിക്കുകയില്ല. मसीह की वचन यही कहता है, मसीह में रहते हैं कभी भी हट जाएगा नहीं, ढलेगा नहीं। പരമവിളിയുടെ ലാക്കിലേക്ക് യാത്ര ചെയ്യുന്നതായ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു നാളും ഒരു കോംപ്രമൈസ് ചെയ്യുന്നതായ അല്ലെങ്കിൽ ലോക വ്യവസ്ഥിതിയുമായിട്ട് ഇണങ്ങിച്ചേരുന്നതായ വിട്ടുവീഴ്ചയില്ലാത്തതായ നിലപാടെടുക്കുന്നതായ വ്യക്തിയായിരിക്കും. परमपिता की बुलाहट हमारे में है, ऐसा वाले सांसारिक काम कार्यों में हाथ मिलाएगा नहीं। ക്രിസ്തു പറയുകയുണ്ടായി, എന്റെ നിമിത്തം, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്ന നിമിത്തം നിങ്ങളുടെ ഉറ്റവർ പോലും നിങ്ങളുടെ വീട്ടുകാർ പോലും സ്വന്തക്കാർ പോലും നിങ്ങളെ തള്ളിപ്പറയും, നിങ്ങളെ ഉപദ്രവിക്കും എന്ന്. मसीह की वचन हमें यही सिखाया है, जितने लोग मसीह को अंगीकार किया, जो अंगीकार करेगा तो हमारे सगे वाले माता पिताओं, बाल बच्चों, पति पत्नी हमको त्याग करेगा, इनकार करेगा. വിശ്വാസത്തിന്റെ പേരിൽ സ്വന്തം ബന്ധുക്കൾ പോലും അത് സുവിശേഷ വിരോധികളോട് ചേർന്ന് അവരെ ക്രൂരമായി മർദ്ദിക്കുകയും അവരെ കൊല്ലുകയും ചെയ്യുന്നതായ സംഭവങ്ങൾ ഈ നാളുകളിൽ നാം അത്തരം റിപ്പോർട്ടുകൾ നാം കാണുന്നുണ്ട്. मसीह की सामर्थ्य शक्तियों में अटल रहेगा, स्थिर रहेगा, जो हाथ मिलाएगा तो हमारे जितना में प्रेम में मेल मिलाप में वो ही हमारा सताने के लिए रास्ता बना देंगे. ക്രിസ്തുവിനോടുള്ളതായ ചേർന്നുള്ള ജീവിതത്തില് ഒരു വിട്ടുവീഴ്ചയ്ക്കും നാം തയ്യാറാകുന്നില്ല എങ്കിൽ നാം ആ പരമവിളിയുടെ ലാക്കിലേക്ക് തന്നെയാണ് യാത്ര ചെയ്യുന്നത്. ये संसारिक लोगों का साथ हाथ नहीं मिलाएगा तो जरूर परमपिता की जो बुलाहट हमारे में है. യോസഫ് ഈ യാത്രയിൽ തനിക്ക് ഉണ്ടായ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞു. यूसुफ ने उसका पवित्रताई को हाथ छूने के लिए शैतान ने जो व्यक्ति स्त्री को उपयोग किया, लेकिन परमेश्वर की बुलाहट यूसुफ पर था, इसी कारण में वो परीक्षा में विजय पाया. അതുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാത്തതായ ഒരു നിലപാടായിരുന്നു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി അത് യോസെഫ് സ്വീകരിച്ചത്.
और योसेफ ने ये बात निर्णय दी, सांसारिक तात्कालिक भोग के लिए समय निकालेगा तो मसीह की महिमा से, यहोवा की महिमा से रहित होने का कारण बनेगा। പ്രിയരെ, അതുകൊണ്ട് നാം യഥാർത്ഥത്തിലുള്ള വിശ്വാസികളാകുന്നു എങ്കിൽ നാം വിട്ടുവീഴ്ചയില്ലാത്തതായ ലോകവുമായിട്ട് ഒരു പിന്നെ ഒരു കോംപ്രമൈസിന് വിട്ടുവീഴ്ച ഇല്ലാത്തതായ ഒരു നിലപാട് തന്നെയായിരിക്കും എടുക്കുന്നത്. हम मसीह की संतान होवे तो मसीह में रहना, वास करना आग्रह रखेगा तो कुछ पीछे हटने की हाल नहीं, आगे बढ़े, परमेश्वर की हाथ मिले। ഈ പ്രയാണത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല പ്രതികൂലങ്ങളും വന്നാലും അതിൽ നിന്നൊക്കെയും കർത്താവ് നമ്മെ വിടിവെക്കും. ये हमारा मुसाफरी यात्राओं में कई प्रकार की प्रश्नों में गुजरना पड़ते हैं, वो ही हर समय मसीह के काम कार्यों में जीवन बिताए। ആകയാൽ കർത്താവിനുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നാം ഒരു നാളിൽ ലജ്ജിച്ചു പോകുകയില്ല, നാം കുലുങ്ങി പോകുവാൻ അവൻ അനുവദിക്കുകയില്ല. इसी कारण में हम विश्वास में अटल रहते हैं, स्थिर रहते हैं। ऐसा होवे तो प्रभु ने दिया हुआ महिमा से रहित ना रहेंगे। നമ്മെ നീതീകരിച്ചത് ക്രിസ്തു നീതിയായി തീർന്നതായ കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുന്നത് കൊണ്ട് അത്രയും നാം നീതിമാന്മാരായി തീർന്നിരിക്കുന്നത്. हम धर्मी बनते हैं, कारण यही है हम मसीह में वास करते हैं, इसी कारण में। അതെ, നീതി പ്രവർത്തികൾ നാം ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ ക്രിസ്തുവുമായിട്ടുള്ളതായ ബന്ധത്തിന്റെ അനന്തരഫലമത്രേ. हम धामी हो जाएगा, कारण यही है मसीह की वचन हमारे में है, हम मसीह में रहते हैं, इसी कारण में। ക്രിസ്തു നമ്മുടെ നിത്യ കൂടാരമായിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ പരമവിളിയുടെ ലാക്കിലേക്ക് പോകുവാൻ തക്കവണ്ണം അവൻ നല്ല ഇടയനായിട്ട് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുക അത്രേ ചെയ്യുന്നു. हमारा मसीह में हम रहते हैं, जो जरूर परमेश्वर हमें अनंत काल की डेरा में रहने के लिए अवसर दिया देंगे. യഹോവയുടെ കൂടാരത്തിൽ നിൽക്കുവാൻ തക്കവണ്ണം, അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ വസിക്കുവാൻ തക്കവണ്ണം ക്വാളിഫൈഡ് ആക്കി നമ്മെ ക്വാളിഫൈ ചെയ്യുന്നത് ഈ കർത്താവ് നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് അത്രേ. परमेश्वर के तंबू में रहकर, पवित्र पर्वत पर रहकर परमेश्वर के निवास स्थान में रहने देते हैं। हमें ये संसार में परमेश्वर शुद्ध पवित्र कर वहां पर ठहरने देते हैं. അങ്ങനെ യഹോവയുടെ നിത്യ കൂടാരത്തില് സ്വർഗീയമായ യെരൂശലേമിനെ ലക്ഷ്യമിട്ടുകൊണ്ട് നമുക്ക് വിശ്വാസത്താൽ മുന്നേറാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ऐसी रीति पर विश्वास से योग्य रहकर विश्वास जीवन में हमारा जीवन अटल रहकर आगे बढ़े, प्रभु परमेश्वर वचनों से हमको अनुग्रह आशीष देंगे. ദൈവദാസനുള്ള നന്ദി അറിയിക്കുന്നു.